കിങ് ചാൾസിനും കാമില്ല രാജ്ഞിക്കും വളരെ നന്ദി. അവരോടുള്ള ആദരവ് സൂചകമായി ഈ സ്കോച്ച് വിസ്കിക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് 10% താരിഫ് അത് പിൻവലിക്കാനായിട്ട് പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. വളരെ സന്തോഷകരമായൊരു കാര്യം. ഈ വിസ്കി കുടിയന്മാർക്ക്, പ്രത്യേകിച്ച് സ്കോച്ച് വിസ്കി കുടിയന്മാർക്ക് നല്ലൊരു വാർത്ത തന്നെ. 10% കുറവ്. അത് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഈ ബാരൽ ഇത് രണ്ടു കൂട്ടർക്കും ഈ കെൻഡക്കിയിൽ ബർബൻ വിസ്കി ഉണ്ടാക്കുന്നു, അവിടെ സ്കോച്ച് വിസ്കി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും തമ്മിൽ എന്തോ സഹകരണമൊക്കെ ഉണ്ട്. ഈ ബാരലുകൾ കൈമാറുന്നോ അതിൻ്റെ കാര്യത്തെപ്പറ്റി അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ബാരലിൻ്റെ പ്രാധാന്യം അക്കാര്യത്തിലൊരു വൈദഗ്ധ്യമില്ല. അപ്പോൾ ബാരൽ ഒരു വർഷത്തേക്കേ വരത്തുള്ളൂ. അപ്പോൾ ആ ബാരൽ കൊണ്ടുവരുന്നതോ അങ്ങോട്ട് കൊടുക്കുന്നതോ ഒക്കെ അതിനെയും ഒക്കെ ഈ താരിഫ് പ്രയാസപ്പെടുത്തിയിരുന്നു. അപ്പം രണ്ടു കൂട്ടർക്ക് ഈ താരിഫ് മാറ്റുന്നത് കെൻഡക്കിയിലെ ബർബൻ നിർമ്മാതാക്കൾക്കും ഈ സ്കോട്ട്ലൻഡിലെ സ്കോച്ച് നിർമ്മാതാക്കൾക്കും എല്ലാം ഗുണകരമാണെന്നാണ് പറയുന്നത്. അപ്പം ബ്ലാക്ക് ലേബലും ഗ്ലെൻഫെഡിച്ചും ഗ്ലെൻലിവറ്റും ഒക്കെയാണല്ലോ നമ്മുടെ മലയാളികളുടെ പ്രധാനപ്പെട്ട വിസ്കികൾ. നമ്മൾ വിസ്കികളെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ പട്ടയും ചാരായും ഒക്കെ കഴിക്കുന്നവരാണെങ്കിലും അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും മുന്തിയ വിസ്കി അല്ലെങ്കിൽ ബ്രാൻഡി, കോണിയാക്ക് അത് കഴിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അത് ഇന്ത്യക്കാരുടെ ഒരു ശീലമാണ്. നമ്മുടെ പത്രാസ് കാണിക്കാനോ എന്തോ അവിടെ മോശപ്പെട്ട സാധനം കഴിച്ചതുകൊണ്ടാകാം ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും മികച്ചത്, ഏറ്റവും വില കൂടിയത് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധാരണ കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം മലയാളികൾക്കിടയിൽ ഈ ബ്ലാക്ക് ലേബലിൻ്റെ കാലം പോയി. അതിനിപ്പം ഇവിടെ ന്യൂജേഴ്സിയിൽ ടോട്ടൽ വൈൻസ് എന്ന് പറഞ്ഞൊരു വലിയ സൂപ്പർ സ്റ്റോറിൽ അവിടെ $59 മറ്റാണ് അതിൻ്റെ വില. പിന്നെ ടാക്സ് അടക്കം ഒരു $63, പുറത്ത് $75 അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു കാലത്ത് ഏറ്റവും ഫേവറേറ്റ് ബ്ലാക്ക് ലേബൽ. ഇപ്പോഴത് മാറി ഗ്ലെൻലിവറ്റ്, ഗ്ലെൻഫെഡിച്ച് എന്നീ പറയുന്ന സിംഗിൾ മാൾട്ട് വിസ്കികൾ. സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാസ്കറ്റിൽ വെച്ച് മൂപ്പിച്ചെടുക്കുന്ന സാധനമാണ്. 12 വർഷമൊക്കെ ഒരേ തരം കാസ്കറ്റിൽ വെച്ച്, മറ്റേത് പല കാസ്കറ്റിൽ വെച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തെപ്പറ്റി വൈദഗ്ധ്യം എനിക്കും പോരാ. എങ്ങനെയായാലും ആ ഗ്ലെൻഫെഡിച്ച $105, പിന്നെ ഗ്ലെൻലിവറ്റ്. അപ്പോൾ നമ്മുടെ നിലവാരം കൂടിയിരിക്കുന്നു. $59 ആ $60 ആ സാധനം നമ്മളിന്ന് 100-105 ഒക്കെ കഴിക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ സ്റ്റാറ്റസ് നമ്മുടെ കയ്യിൽ കാശ് കൂടുന്നതനുസരിച്ചാണ് ഇങ്ങനെ നമ്മുടെ ഈ മദ്യത്തിൻ്റെ വില കൂടിയ മദ്യങ്ങൾ കഴിക്കാനുള്ള ആ താല്പര്യവും കൂടുന്നത്. എങ്ങനെയായാലും 10% 10% അത്രയും നല്ലത് തന്നെ. ഇനിയിപ്പം ഇത് സ്കോട്ട്ലൻഡിൻ്റെ കാര്യം മാത്രമാണ്. ഫ്രാൻസിൽ നിന്നാണ് ഈ കോണിയാക്കൊക്കെ വരുന്നത്. കോണിയാക്ക്, ഷാമ്പെയിൻ അതുപോലെയുള്ള സാധനങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അവയ്ക്കൊന്നും താരിഫ് കുറച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നാണ് വൈൻ കൂടുതലായിട്ട് വരുന്നത്, ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും. അപ്പോൾ അതിനൊന്നും കുറച്ചിട്ടില്ല. അപ്പോൾ അതുമെല്ലാം നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അപ്പോൾ അവയ്ക്കുമൊക്കെ കുറച്ചുകൊണ്ട് ഇവിടുത്തെ കുടിയന്മാരുടെ കാര്യത്തിൽ പ്രസിഡൻറ്റിന് ഒരു സൗമനസ്യം കാണിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് പറയുന്ന അദ്ദേഹം അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല. അതാണ് അതിശയം. അങ്ങനെ മദ്യപാനികൾക്ക് മറ്റു മദ്യപാനികളുടെ കാര്യങ്ങളെപ്പറ്റി ഒരു താല്പര്യം വരികയുള്ളൂ. പക്ഷേ പ്രസിഡന്റ് മദ്യപാനിയല്ല. അപ്പോൾ ഇത് ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഇന്നിപ്പം ശ്രദ്ധേയമായിട്ട് കണ്ടത് നമ്മുടെ വൈറ്റ് ഹൗസ് ഡിന്നറിൽ ഈ തോക്കുമായിട്ട് പോയി പിന്നെ അങ്ങേരെ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഉള്ള ആളാണ് കോൾ അല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങേരെ പോലെ ഒരു വിവരദോഷി 31 വയസ്സേ ഉള്ള അധ്യാപകനായിട്ട് വർക്കും ചെയ്യുന്നു. ഈ വലിയ തോക്കുമൊക്കെ കൊണ്ട് അവിടെ സീക്രട്ട് സർവീസും സർവമാന പോലീസുകാരുമുള്ള ആ സ്ഥലത്തേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് സെക്യൂരിറ്റി പോയിന്റ് കിടക്കാനായിട്ട് അവിടെ തോക്കും കൊണ്ട് എന്നിട്ട് പിടികൂടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു വിഡ്ഢിയാകാനാണ് സാധ്യത. അല്ലാതെ സുബോധമുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുമില്ല. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അടുത്താൽ തന്നെ പിടികൂടുക ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ തോക്കൊന്നും വേണ്ട, അല്ലാത്ത ഒരാൾ അവിടെ ചെന്നാൽ കൂടി അവിടെ കിടക്കാൻ ശ്രമിച്ചാൽ മതി. അത് അന്നേരം തന്നെ അയാൾ സസ്പെക്റ്റായി അയാളെ ചോദ്യം ചെയ്യും. അത് പ്രശ്നത്തിൽ ചെന്ന് ചാടും. കാരണം അവർക്കറിഞ്ഞുകൂടല്ലോ ഈ വരുന്നയാളുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് തോക്കും കൊണ്ട് അത്രയും ആ ചെക്ക് പോയിന്റ് കിടക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വിവരദോഷിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന അയാൾ കോടതിയിൽ അയാളുടെ വക്കീൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അയാളെ ജാമ്യത്തിൽ വിടണം. ഇയാളുടെ കയ്യിൽ അങ്ങനെ മാസ് മർഡറിനുള്ള തോക്കൊന്നുമില്ലായിരുന്നു. അങ്ങനത്തെ ഓട്ടോമാറ്റിക് ഗണ്ണോ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ഗണ്ണോ ഒന്നുമല്ല ഉണ്ടായിരുന്നത്. ആകെ ഒരു ഷോട്ട് ഗണ്ണാണ് ഉണ്ടായിരുന്നത്. അതിന് നീളമുള്ള ഒരു ബാരലും.
അപ്പോൾ ആ ഷോട്ട് ഗൺ വെച്ചെന്നങ്ങനെ മാസ് മർഡറൊന്നും നടത്താൻ പറ്റത്തില്ല, ഒറ്റപ്പെട്ട കൊലപാതകങ്ങളാണ് നടത്താൻ പറ്റുക എന്നാണ് വക്കീൽ വാദിച്ചത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളല്ല, ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടുക പോലും ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ എന്ന് മാത്രമല്ല, നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയും ദൈവഭക്തനും പള്ളിയിൽ പോകുന്ന ആളും വളരെ നല്ല ആളുമാണ്. അങ്ങനെ എല്ലാവർക്കും വലിയ മതിപ്പാണ്. അങ്ങനെയുള്ള ഒരാളെ പിന്നെ ജയിലിലിട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ 24 മണിക്കൂർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതും അവസാനിപ്പിക്കണം. 24 മണിക്കൂറും സർവൈലൻസ് ക്യാമറയും ഒക്കെ വെച്ച് ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും അവസാനിപ്പിക്കണം. എന്തായാലും ഇപ്പം ജാമ്യത്തിൽ വിടണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും പിന്നെ പറഞ്ഞു വേണ്ട, തൽക്കാലം വേണ്ട, പതിയെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ അക്രമിയാണെന്ന് പറഞ്ഞാലും അത്ര വലിയ അക്രമിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുമൊരു തോക്കും കൊണ്ട് വന്ന അങ്ങനെ വലിയ കൊലയാളിയും വലിയ പ്രസിഡന്റിനെ വധിക്കാൻ വന്ന ആളുമൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങേർക്ക് ഈ ട്രംപ് ഭരണകൂടത്തോടൊക്കെ വലിയ എതിർപ്പൊക്കെയാണ്. അങ്ങേരുടെ മാനിഫെസ്റ്റോയിലൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെ ട്രംപ് ഭരണകൂടത്തിലെ ആരെങ്കിലുമൊക്കെ തട്ടിക്കളയണമെന്ന് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ടെന്ന് പിന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എങ്കിൽ പോലും അത് പ്രസിഡന്റിനെ വധിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ അത് ട്രംപ് ഭരണകൂടത്തിലെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റിനെ ഉദ്ദേശിക്കുന്നു എന്നർത്ഥമില്ല. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ജാമ്യത്തിൽ വിടണമെന്നാണ് വക്കീൽ പറയുന്നത്. ഈ പറയുന്ന പോലെ വലിയ കുറ്റവാളിയൊന്നുമല്ല അദ്ദേഹം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല, നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. പിന്നെ ഒരു വാർത്ത കണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വി ഡോണ്ട് കെയർ. അല്ല, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 3-ാം തീയതി അവിടെ നാട്ടിൽ വോട്ടെണ്ണുകയാണ്. നമ്മളെല്ലാവരും തന്നെ ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നവരായിരിക്കും. ആരാണ് ജയിക്കുന്നത്, എത്ര വോട്ടിനാണ് മുന്നിട്ട് നിൽക്കുന്നത്, അവിടെ ആരാണ് ഇതാണ്. അന്നേരം നാട്ടിൽ ഫോൺ വിളിച്ചും അല്ലാതെയും. അതുപോലെ തന്നെ ഈ അമേരിക്ക ഒട്ടാകെ വാച്ച് പാർട്ടികളുണ്ട്. ഓരോ സ്ഥലത്തും മലയാളികൾ പല വീടുകളിൽ, പിന്നെ സ്ഥാപനങ്ങളിൽ, പിന്നെ സംഘടനകളിൽ എല്ലാം വാച്ച് പാർട്ടി. ഇത് പിന്നെ ഒരു സ്മോൾ പഠിച്ചുകൊണ്ട് ഈ റിസൾട്ട് കാണുക, ആ രാത്രി മുഴുവൻ ഇരുന്നത് കാണാനായിട്ട് നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഇതേ ആളുകളോട് ഒന്ന് ചോദിക്കുക, നിങ്ങളുടെ കോൺഗ്രസ് അംഗം ആരാണ്, നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോൺഗ്രസ് അംഗം ആരാണ്, നിങ്ങളുടെ ഏത് അസംബ്ലി ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്, പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് സെനറ്റർ ആരാണ്, ഒരു പിടിയില്ല. ഇതാണ് നമ്മുടെ ഒരു അവബോധം ഇരിക്കുന്നത് അമേരിക്കയെ പറ്റി. നമ്മൾ വലിയ അമേരിക്കക്കാരാണെന്ന് പറയുന്നു, നമുക്ക് ഇവിടുത്തെ ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അമേരിക്കക്കാരാണ് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ പഠിക്കുകയോ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയോ, പിന്നെ ഈ നമ്മുടെ ഇംഗ്ലീഷ് അത് ഞാനടക്കം ഉള്ളവർ അത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, എന്നിട്ട് പറയുക നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുകയൊന്നും ചെയ്യരുത്, നമ്മൾ ഭയങ്കര അമേരിക്കക്കാരാണെന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഈ മലയാളികളുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് ഒരു വാചകം പോലും ഇംഗ്ലീഷ് പറയാൻ അറിവുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അക്സെൻറ്റ് മോശമാണെന്നേ ഉള്ളൂ, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ് മിക്കവരും. അപ്പോൾ അതാണ് സ്ഥിതി. അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഇതിനൊക്കെ നമുക്ക് ബാധ്യത ഉണ്ടാവേണ്ടതാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുത്തുകാരാണെന്ന് പറയുന്നത് എന്താണ് അർത്ഥമിരിക്കുന്നത്? ഇനി പിന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോവുകയല്ല, നമ്മുടെ ആളുകൾ ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ആ ഇലക്ഷൻ എന്താണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനൊരു മാറ്റം ആവശ്യമാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇത് പറയാനുള്ള ഒരു കാര്യം, പ്രധാനമായിട്ടൊരു കാര്യം, ഇലക്ഷൻ സംബന്ധിച്ച് ഒരു പ്രധാനമായ ഒരു സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. വിധി ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിശയം തോന്നും, ഇവിടെ ഈ പിന്നെ കറുത്ത വർഗ്ഗക്കാർ, അതുപോലെ തന്നെ പിന്നെ ഈ ലാറ്റിനോകൾ അല്ലെ ഏഷ്യക്കാർ, ഇവർക്കൊക്കെ ഭൂരിപക്ഷമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പം ക്യൂൻസിൽ, പിന്നെ നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ ക്യൂൻസിൽ ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളെല്ലാം അവർക്ക് ഭൂരിപക്ഷമുള്ള ആ ഭാഗം എല്ലാം കൂടി ചേർത്ത് ഒരു മണ്ഡലമാകും, ഒരു ഡിസ്ട്രിക്റ്റ് ആകും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു പിന്നെ ഈ മാംദാനിയൊക്കെ ജയിച്ചത് അങ്ങനെയാണ്. മാംദാനി അസംബ്ലിയിലേക്ക് ജയിച്ചത്, ആ ഡിസ്ട്രിക്റ്റ് കൂടുതലും ഏഷ്യക്കാരാണ്. അതുപോലെ തന്നെ ഈ ജെന്നിഫർ രാജകുമാർ, ആ ഡിസ്ട്രിക്റ്റും പിന്നെ ഏഷ്യക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഏഷ്യക്കാർ ജയിക്കുന്നവർ ഏഷ്യക്കാരൻ ജയിക്കണം. അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ, ആ കറുത്തവർഗ്ഗക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ്, അപ്പോൾ അവിടെ കറുത്തവർഗ്ഗക്കാർ ജയിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടും കോൺഗ്രസ്സിലാണേലും സ്റ്റേറ്റ് അസംബ്ലിയിലാണേലും സ്റ്റേറ്റിലാണെങ്കിലും. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അങ്ങനെ റേസ് നോക്കിയൊന്നും മണ്ഡലം നിശ്ചയിക്കാൻ പാടില്ല. അത് കറക്റ്റാണ്, വിധി കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഇതാണ്. പിന്നെ ഒബാമയും കമലാ ഹാരിസും ഒക്കെ ആ വിധിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് മൂലം ഈ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ നമ്മളും ആ ബ്രൗണിൽ പെടുന്നതാണ്, ഇവർക്കുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലാതാകും. അപ്പം
പിന്നെ ഇവർക്കൊക്കെ കുറേ റെപ്രസെൻറ്റേഷൻ കിട്ടിയിരുന്നത് ഇങ്ങനെ മണ്ഡലങ്ങൾ പിന്നെ ഈ മണ്ഡലങ്ങളെ ഇങ്ങനെ പുനഃക്രമീകരിക്കുന്നതിനെ പറ്റി പറയുന്നത് ജെറിമാൻഡറിങ്, അതായത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് മണ്ഡലങ്ങളെ ഈ അപ്പുറത്ത് കിടക്കുന്ന വളരെ ദൂരെ കിടക്കുന്ന മണ്ഡലമായിരിക്കും ഇതെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരു മണ്ഡലമാക്കിയിട്ട് പിന്നെ സ്ഥലമായിരിക്കും അത് പിന്നെ ഒരു മണ്ഡലമാക്കി മാറ്റും. അങ്ങനെ വരുമ്പോഴത്തെ അവിടുന്ന് ആ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾ ജയിക്കും. ആ പരിപാടി പറ്റില്ല. അങ്ങനെ റേസ് നോക്കിയിട്ട് അത് പറ്റത്തില്ല. നേരെ മറിച്ച് രാഷ്ട്രീയം നോക്കി വേണമെങ്കിൽ ചെയ്തു എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഇപ്പോൾ റിപ്പബ്ലിക്കന്മാർ കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ കൂട്ടിച്ചേർത്ത് വെക്കുക. അപ്പം അവിടെ ഒരു റിപ്പബ്ലിക്കൻ കക്ഷി ജയിക്കും. ഡെമോക്രാറ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയാൽ അവിടെ ഡെമോക്രാറ്റ് ജയിക്കും. ആ പരിപാടി ഇപ്പം ടെക്സസിലും ഫ്ലോറിഡയിലും പിന്നെ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. കാലിഫോർണിയയിൽ അവരും അത് തന്നെയാണ് ചെയ്തത്. ഡെമോക്രാറ്റുകൾ ജയിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പം ഡെമോക്രാറ്റുകൾക്ക് ജയിക്കാവുന്ന സ്ഥിതി. അപ്പോൾ പാർട്ടി നോക്കിയൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ റേസ് നോക്കി നമ്മുടെ ഏത് റേസാണ്, കറുത്തവനാണോ പിന്നെ വിളംബനാണോ എന്നുള്ളത് നോക്കി അത് ചെയ്യാൻ പാടില്ല. അത് ഇല്ലീഗലാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പിന്നെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. വിധി വളരെ കറക്റ്റാണ്. പക്ഷേ നമുക്കൊക്കെ കിട്ടുന്ന പിന്നെ ഈ റെപ്രസെൻറ്റേഷൻ കുറയാനുള്ള സാധ്യതയാണ്. ഇപ്പം ഒബാമയും കമലാ ഹാരിസും ഒക്കെ അതിശക്തമായിട്ട് പിന്നെ പ്രതിഷേധിച്ചത് ഈ വിധിക്കെതിരെ രംഗത്ത് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ സുപ്രീം കോടതി വിധികൾ, ഇങ്ങനെയുള്ള വിധികൾ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ്. നമ്മുടെയൊക്കെ റെപ്രസെൻറ്റേഷൻ കുറയാനുള്ള സാധ്യത വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ വരുന്നത് ഈ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള ഈ ജെറിമാൻഡറിങ് പരിപാടി നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ നമ്മളിത് കേട്ടുകഴിവ് പോലുമില്ല. അടുത്തടുത്ത പഞ്ചായത്തുകൾ അല്ലെ അടുത്തടുത്ത വില്ലേജുകൾ, ആ പ്രോക്സിമിറ്റി അതാണ് പിന്നെ അതനുസരിച്ചാണ് മണ്ഡലം തീരുമാനിക്കുന്നത്. അടുത്തടുത്ത് കിടക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അതിന് അവിടെ ആര് ജയിക്കുന്നു അവിടെ ആർക്കാണോ ഭൂരിപക്ഷം അവർ ജയിക്കുന്നു. അതിന് പകരം അകലെയുള്ളതുകൂടെ കൂട്ടിച്ചേർത്ത് ആ ഒരു പരിപാടി ജെറിമാൻഡറിങ്, അത് അമേരിക്കയിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അത് ദോഷകരം തന്നെ. അടുത്തുള്ളത് എല്ലാം കൂടി ചേർത്ത് ആ രീതിയിലാണ് വരേണ്ടത്. പക്ഷേ എന്തുകൊണ്ടും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ വിധിയും സുപ്രധാനമാണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ള സന്തോഷകരമായൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയാനുള്ളത്. ഏതായാലും 3-ാം തീയതി നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. അത് കാണാൻ മറക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ.